ഇത് 409 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് 10 കൊല്ലവും ജീവപര്യന്തം വരെ ശിക്ഷ കൊടുക്കാമെന്നുള്ള കുറ്റം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ 3 കൊല്ലം വരെയാണ്. അപ്പോൾ ഇത് ജീവപര്യന്തം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും 325 വകുപ്പ് CRPC പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിന് മേളിലുള്ള ഹിയറിംഗ് കഴിഞ്ഞു. അതിന് മേളിൽ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് സെൻറ്റൻസ് പറയില്ല, CJM കോടതിയിലേക്ക് അത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. വിധി പറയും. ഞാൻ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് കൊടുത്ത അപേക്ഷ കോടതി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സെൻറ്റൻസ് പറയില്ല, അത് CJM കോടതിയിലേക്ക് ഫയലെല്ലാം ഫോർവേഡ് ചെയ്ത് CJM കോടതിയായിരിക്കും ഇതിന് മുകളിലുള്ള സെൻറ്റൻസ് പറയുക. ഈ കോടതി അത് 2:45 അറിയാം. എൻ്റെ അപേക്ഷ പരിഗണിച്ചിട്ടില്ല എങ്കിൽ കണ്ടെത്തിയെന്ന് പറയുന്ന കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെന്ന് പറയുന്ന വകുപ്പുകളിൽ പ്രകാരമുള്ള ശിക്ഷ ഇന്ന് തന്നെ വിധിക്കുന്നതായിരിക്കും. 2:45 കോടതി അതിന് മേളിലുള്ള വിധി പറയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, മേൽക്കോടതിയിലേക്ക് പോകാൻ അവകാശമില്ല എന്നല്ല, അത് പ്രീ മെച്യൂറായി പോയി. നമ്മൾ ആ സമയത്തല്ല പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള അപേക്ഷ ഫയൽ ചെയ്യേണ്ടിയിരുന്നത്. സെൻറ്റൻസ് പറയുന്ന സമയത്ത് വേണം ഫയൽ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മൊമെൻറ്റിൽ വേണം അത് ഫയൽ ചെയ്യേണ്ടത്. അതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻറ്റൻസ് പറയുക എന്നുള്ളതാണ്. അപ്പം അത് സെൻറ്റൻസ് പറയാതെ എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റ് ഈ പ്രതികൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പ്രോസിക്യൂഷന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അപേക്ഷ 325 വകുപ്പ് പ്രകാരമുള്ള അപേക്ഷ ഫയൽ ചെയ്തിട്ടുള്ളത്. അത് പ്രകാരമുള്ള സെൻറ്റൻസ് അത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇല്ല എങ്കിലും 2:45 അതിന് മേളിലുള്ള വിധി കോടതി ഇന്ന് തന്നെ പറയുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഏതാ? അതെ അതെ അല്ല, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 409 വകുപ്പുള്ളതുകൊണ്ട് പരമാവധി ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രോസിക്യൂഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് അത് ഇന്ന് സെൻറ്റൻസ് പറയാതെ മുകളിലോട്ട് മേൽക്കോടതിക്ക് അയച്ചു കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. അങ്ങനെയാണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ 1990 നടന്ന ഒരു സംഭവത്തിന് മേളിൽ ഒരു കോടതിയിലെ ജീവനക്കാരനും അന്നത്തെ പ്രതിയുടെ ഒരു ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രി സെൽവഡോർ സെൽവെല്ലിയുടെ രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി NDPS കേസിലേക്ക് രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പ്രതിയും അന്നത്തെ തൊണ്ടി ക്ലർക്കായ ജോസും കൂടെ ചേർന്നിട്ട് പ്രതിയുടെ അടിവസ്ത്രം 2ാം പ്രതി കൈക്കലാക്കുകയും അതിൽ രൂപമാറ്റം വരുത്തിയതിന് ശേഷം 4 മാസത്തിന് ശേഷം അത് തിരിച്ച് കോടതിയിൽ ഹാജരാക്കിയിട്ട് അങ്ങനെ ഒരു ഹാജരാക്കിയ തൊണ്ടി മുതലിന് പ്രതിക്ക് യോജിക്കില്ല എന്ന് ഉള്ള വാദമുഖം അന്നത്തെ ഡിഫൻസ് കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെഷൻസ് കോടതി 10 കൊല്ലവും 1 ലക്ഷം രൂപയും ശിക്ഷിച്ച കേസിന് മേളിൽ അപ്പീൽ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിലും പ്രതി ഇതേ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രാറിന് ഡയറക്ഷൻ കൊടുക്കുകയും രജിസ്ട്രാർ ആ പ്രതിയെ കൊണ്ട് ഈ അടിവസ്ത്രം ട്രൈ ചെയ്ത് നോക്കുന്ന അവസരത്തിൽ ഇത് പ്രതിക്ക് യോജിക്കില്ല എന്ന് കണ്ടെത്തിയതിൻ്റെ ഒറ്റ കാരണത്താൽ മാത്രമാണ് ആ കേസിൽ പ്രതിയെ അന്ന് കോടതി കുറ്റവിമുക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിജിലൻസ് ഇതിന് മേളൊരു അന്വേഷണം നടത്തുകയും ആ തൊണ്ടി മുതലായ അടിവസ്ത്രം FSLലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. FSL പരിശോധനയിൽ ഇതിൽ രൂപമാറ്റം വരുത്തുകയും അതിൽ വെട്ടി ചെറുതാക്കി ആണ് തിരിച്ച് ഹാജരാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി ജഡ്ജിക്ക് ഇത് പോലീസ് അന്വേഷിച്ചാലേ യഥാർത്ഥത്തിലുള്ള കുറ്റക്കാരെ കണ്ടെത്താൻ പറ്റുമുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി ശിരസ്താർ മുഖാന്തരം അന്നത്തെ വഞ്ചൂർ കോടതിക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത FIR ആണ് അന്വേഷണത്തിൻ്റെ അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അതിൽ 29 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതിൽ 10 വരെ പ്രോസിക്യൂഷന് മരണം സംഭവിച്ചതിനാലും അസുഖം കാരണം നമുക്ക് വിസ്തരിക്കാൻ സാധിച്ചിട്ടില്ല. ബാക്കി 19 പ്രധാനപ്പെട്ട സാക്ഷികളെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വിസ്തരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗത്തു നിന്ന് അവരിൽ നിന്ന് കിട്ടിയ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട് ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. 2 പ്രതികൾക്കും കൂട്ടുത്തരവാദിത്തമുള്ളതാകുന്നു. അതുകൊണ്ട് ഒരാളാണ് ഇന്ന കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് മാറി നീക്കാൻ സാധിക്കില്ല. സെക്ഷൻ 34 പ്രകാരം അവർക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്.
ബാക്കിയുള്ളൂ. അതെ. പ്രതികൾ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് 6 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ നിയമവശം ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് MLA സ്ഥാനം നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് കൺവിക്റ്റ് ആണെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള ഇലക്ഷനുകളിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതലുള്ള ശിക്ഷയുള്ളതുകൊണ്ട്. അതെ 2 കൊല്ലത്തിന് മുകളിലോട്ടുള്ള ശിക്ഷയാണ് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അതിനെക്കുറിച്ച് നോക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഉള്ളത് പ്രസൻറ്റ് പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് അപ്പീൽ പോയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പ്രതികളാണ് തീരുമാനിക്കേണ്ടത് അപ്പീൽ ഫണ്ട് ഏരിയ. അല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ ജയമോഹൻ എൻ്റെ കൂടെ ഇന്ന് പ്രസൻ്റാണ്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹൻ്റെ കുറിച്ചുള്ള ഒരു ഫൈൻഡിങ് അന്നത്തെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പാസ്സാക്കിയ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെയുള്ള ഒരു തിരിമറി നടത്തിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മേലുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ജഡ്ജ്മെൻറ്റിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് അതിനുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് മേലിൽ വകുപ്പ് തല അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിന് മേളിൽ ഓഫീസർ സുപ്രീം കോടതിയിൽ പോയാണ് ആ നിരീക്ഷണങ്ങൾ മാറ്റിയെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓഫീസറും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ ഓഫീസറുടെ ഭാഗത്തു നിന്നല്ല ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്, വേറെ ഏതോ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ ഓഫീസറും ഹൈക്കോടതി വിജിലൻസിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ജയമോഹൻ സാറ് അതെ എന്താണ് വലിയതൊരു സാർ. ഞാൻ ഇപ്പോൾ ശ്രീ മൻമോഹൻ അവറുകൾ പറഞ്ഞല്ലോ, ശ്രീ മൻമോഹൻ അവറുകളുടെ ശരിക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിതാന്തമായ ശ്രമം, ആ ഒരു കോൺഫിഡൻസും ഈ കേസ് ശിക്ഷയിലെത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഈ കേസിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾക്കെതിരെ ഞാൻ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി അവറുകൾ വഴി അന്ന് അപേക്ഷിച്ചിരുന്നു. അതുകൂടാതെ ഞാൻ ഹൈക്കോടതി വിജിലൻസിൽ പരാതിപ്പെട്ടിരുന്നു. ആ വിജിലൻസ് അന്വേഷണമാണ് ഈ പറഞ്ഞ ഇതിൻ്റെ എല്ലാം തുടക്കം. ഇതിനാധാരമായ കാര്യം ആ വിജിലൻസ് അന്വേഷണമാണ്. അതിനെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ആ വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കോടതിക്കുള്ളിൽ നടന്ന തിരിമറിയാകാം എന്ന് മനസ്സിലാക്കി ഇതിന്മേലൊരു പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് അങ്ങനെ പോലീസ് കോടതിയുടെ നമ്മുടെ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെയും നിർദ്ദേശപ്രകാരം ഇവിടെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസ് മറ്റു ചില കാരണങ്ങളാൽ അകാലത്തിൽ ചരമമടയേണ്ട ഗതിയുണ്ടായി. പക്ഷേ പിന്നീടും ആ കേസ് ശ്രീ സെൻകുമാർ സാറിൻ്റെ ഒക്കെയുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് അത് വീണ്ടും ചാർജ് ഷീറ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് പല കോടതി നടപടികളും ഒക്കെ നിങ്ങൾക്കറിയുന്നതാണ്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇത് സംബന്ധിച്ച പല കേസുകൾ നടന്നു. ഇത്തരുണത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു പേരാണ് നിങ്ങളിൽ ഒരാളായ ഒരു മാധ്യമപ്രവർത്തകൻ ശ്രീ അനിൽ ഇമാനുവലിൻ്റേത്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലാണ് ഒരുപക്ഷെ ഈ കേസിനെ വീണ്ടും ഈ ലെവൽ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു അന്വേഷണാത്മകമായ ഒരു കാര്യത്തിൽ എങ്ങനെ നിതാന്തമായി, അതായത് ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി മാത്രമല്ല, ബിയോണ്ട് എ ബ്രേക്കിംഗ് ന്യൂസ് അതിൽ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പുറകിൽ അദ്ദേഹം ആദ്യം വന്നപ്പോൾ ഞാൻ പല മാധ്യമപ്രവർത്തകരെയും കണ്ടത് കാരണം ഞാൻ അത്ര അദ്ദേഹത്തെ വെൽക്കം ചെയ്തില്ല. പക്ഷേ അദ്ദേഹം ഇതിൽ എത്ര സിൻസിയറായിട്ടാണ് ഇടപെടുന്നതെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഞാൻ അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ വിജിലൻസ് ഭാഗത്ത് നിന്ന് റിട്ടയർ ചെയ്ത ജോസഫ് സാജു എന്ന SP, അദ്ദേഹവുമൊക്കെ അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാർ, ഒരുപാട് മാധ്യമപ്രവർത്തകർ, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏഷ്യാനെറ്റിൽ മിസ്റ്റർ വിനു വി ജോൺ, അതുപോലെ നമ്മുടെ ഇതിൽ ചർച്ചകൾക്ക് വരുന്ന ജയശങ്കർ സാറ്, അതുപോലെ ഇത് മറുനാടൻ മലയാളി, ഇവരെല്ലാം എന്നെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞ് നേരത്തെയുള്ള ഇതിൽ എനിക്ക് വലിയ പ്രോത്സാഹനം തന്നിരുന്നു. അതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു എല്ലാ മാധ്യമപ്രവർത്തകരോടും. അയ്യോ, അത് കഠിനമായിരുന്നു. അത്
നിങ്ങൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വളരെ എൻ്റെ ഒരു യങ് ഏജിൽ ഇപ്പോൾ എനിക്ക് കുറേ കൂടെ പക്വതയും ഏതാണ്ട് 10-30 വയസ്സുള്ള ഒരു സമയത്ത് നമ്മൾ പിന്തുടർന്ന് വന്ന നമ്മുടെ വാല്യൂസിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വിധി ഉണ്ടാവുകയും അത് അത്യന്തം വേദനാജനകം. പക്ഷേ അന്നും അതിലെ ഞാൻ നേരത്തെ പറഞ്ഞു അതിലെ ഡിഫൈനിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അന്ന് വിളിപ്പിച്ചപ്പോൾ പലരും പറഞ്ഞത് താമ്രപത്രം തന്ന്, അതായത് സസ്പെൻഷൻ ഓർഡർ തരാനാണ് വിളിപ്പിക്കുന്നതെന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്നെ അവിടെ ഇരുത്തി എനിക്ക് ചായ തന്ന് അദ്ദേഹം എനിക്ക് വേണ്ടുന്ന അന്നത്തെ ഡി ജി പി രാജഗോപാൽ നാരായൺ സാറ്, അദ്ദേഹം വളരെ എനിക്ക് ഒരു യങ് ഉദ്യോഗസ്ഥനെ, ഒരുപക്ഷെ എന്നെപ്പറ്റി അദ്ദേഹത്തിന് അറിയാമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കരിയറിലെ തുടർന്നുള്ള എൻ്റെ കരിയർ ഡിസൈഡ് ചെയ്ത ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഞാൻ വളരെ വലുതായിട്ട് കാണുന്നു. അല്ല, അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേസ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു കേസ് 30 കൊല്ലം നീളണമെങ്കിൽ അത് സാധാരണ കാരണങ്ങൾ കൊണ്ട് 30 കൊല്ലം നീളുമോ? ഇത് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഇത് നീളണം, ഇത് നിങ്ങളുടെയോ എൻ്റെയോ പേരിലുള്ള ഒരു കേസാണെങ്കിൽ ഇത് 30 കൊല്ലം നീട്ടിക്കൊണ്ടു പോകാൻ ആവില്ല. അത് തന്നെയാണ്. പക്ഷേ ഇന്ന് കോടതി നമുക്ക് കോടതികളോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഇന്നത്തെ വിധി. അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട ആൾ ഞാനല്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാം, ഇത് ആന്റണി രാജു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള വിധിയോ ആ ഭാഗം എന്നെ സന്തോഷിപ്പിക്കുന്നില്ല. മറിച്ച് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ എല്ലാവരും പവർഫുള്ളായിട്ടുള്ള ആൾക്കാരും നീതിന്യായ സംവിധാനത്തിന് താഴെയാണ് എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഈ വിധി നൽകുന്നത്.